Hey friends, back. Welcome back to JP Review, another episode of Review. വർഷങ്ങൾക്ക് ശേഷം ആൻഡ് ഡയറക്ടഡ് ബൈ വിനീത് ശ്രീനിവാസൻ. അപ്പോൾ നമുക്കെല്ലാം പറയാം. ആദ്യം തന്നെ സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഓരോന്നോരോടെ പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാം, അങ്ങനെ അടിപൊളിയാന്ന് പറയാം. കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ഡീസൻ്റായ ഫസ്റ്റ് ഹാഫാണ്. അത്യാവശ്യം ലാഗ് ഉണ്ട്, പോലും പടം അങ്ങനെ അധികം ലാഗായിട്ട് പോകുന്നില്ല. പിന്നെ കുറച്ച് മൊമെൻറ്റ്സ് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് പ്രണവ് മോഹൻലാലും കല്യാണി പ്രദേശം സിനിമയിലോട്ട് വരുന്നുണ്ട്. രണ്ടും കണ്ട ഡീസൻ്റൊക്കെ കണ്ട വയ്ക്കും. അങ്ങനെ വന്നപ്പോൾ എനിക്ക് വന്ന 2-3 തോട്ടുണ്ടായിരുന്നു. ഇത് ലവ് ട്രാക്ക് ആകും എന്ന് ഞാൻ ഉറപ്പിച്ച നിമിഷം കൃത്യമായിട്ട് അതിനൊരു കഥ കൊടുത്തു. അതാണ് എന്നെ അനുഭവം. കൃത്യമായിട്ടൊരു സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായൊരു റീസൺ അവർ കൊടുത്തിരുന്നു ഇതിനകത്ത്. അത് അടിപൊളിയായിരുന്നു. കാരണം എനിക്ക് തോന്നിയത് ഇപ്പോൾ ഞാൻ വെച്ച് ഇല്ല, ഇത് ലവ് ട്രാക്കായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ച സമയത്ത് കൃത്യമായിട്ട് നിലപാട് ഉറപ്പിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് കഴിയുന്നത്. പിന്നെ രണ്ടാളുടെയും കോംബോ, ധ്യാൻ ശ്രീനിവാസ് പ്രണവ് മോഹൻലാൽ കോംബോ സെക്കൻഡ് ഹാഫിലാണ് വർക്കൗട്ട് ആവുന്നത്. അങ്ങോട്ട് വരുമ്പോഴാണ് കുറച്ചുകൂടി കോമഡി, പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഭാഗമൊക്കെ ആകുമ്പോഴാണ് കുറച്ചും കൂടിയും ഇമോഷണൽ കോമഡി, എന്താ പറയുക, ഇമോഷണൽ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. ഇമോഷണലൊക്കെ നല്ലപോലെ വർക്കൗട്ടായിട്ടുണ്ട്. അത്യാവശ്യം ഇമോഷണലൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്. എല്ലാ ഇമോഷണലും പെട്ടെന്ന് വർക്കാവണമെന്നില്ല. ചില ഇമോഷൻസൊക്കെ ക്ലൈമാക്സിൽ ഇമോഷൻസൊക്കെ നല്ലപോലെ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഉണ്ട്. ആസിഫ് അലി ഉണ്ട്, ബേസിൽ ജോസഫ്, നീരജ് മാധവ്, നിവിൻ പോളി പറയാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം എനിക്ക് ഫ്രഷ് ആയിട്ട് നല്ലൊരു രസമുണ്ട്. ആ പടത്തിനനുസരിച്ചിട്ടുള്ള ഫ്ലോയിൽ തന്നെ പോകുന്നൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് എനിക്ക് തോന്നി. അടുത്തത് ബേസിൽ ജോസഫ്. പുള്ളിക്കാരൻ വന്നപ്പോഴാണ് കുറച്ചുകൂടി പടം ഒരു ഉഷാറായത്. എന്നാൽ പോലും അങ്ങനെ അധികം കോമഡി ഒന്നും പുള്ളിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയില്ല. പിന്നെ അടുത്ത നീരജ് മാധവാണ്, വന്നു അടിപൊളിയായിട്ട് പോയി, അത്രേ പറയാൻ പറ്റുള്ളൂ. അതിനകത്ത് കോമഡി, പുള്ളി ആക്ടിങ് അങ്ങനെ വന്നു, പുള്ളിക്ക് കൊടുത്ത കഥാപാത്രം വൃത്തിക്ക് ചെയ്തിട്ട് പോയി. അടുത്തതാണ് നിവിൻ പോളി. ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും വലിയൊരു പ്രധാന പങ്ക് വെച്ച ആളാണ് നിവിൻ പോളി. സത്യം പറഞ്ഞാൽ പഴയ നിവിൻ പോളി കിട്ടി. അതായത് പുള്ളി ആക്ട് ചെയ്യല്ല, പുള്ളി ഒരിക്കലും ഞാൻ സിനിമ കണ്ടപ്പോൾ ആക്ട് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത കോമഡിയും സെൽഫ് ട്രോൾ, ഇഷ്ടംപോലെ സെൽഫ് ട്രോൾ ഉണ്ടായിരുന്നു. ഇത് പല ആൾക്കാരുടെ സെൽഫ് ട്രോള്, ഇവരുടെ തന്നെ പ്രണവ് മോഹൻലാലിന് തന്നെ റിയൽ ലൈഫ് സെൽഫ് ട്രോളൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇത് കൊള്ളാം. നിവിൻ പോളി ഭയങ്കര നാച്ചുറലായിട്ട് ഇൻട്രോ തൊട്ട് തന്നെ പുള്ളി അടിപൊളിയായിരുന്നു. ഭയങ്കര ക്ലീനായിട്ട് തോന്നി. ഒരു ചളിയോ ഓവർ കോമഡിയോ ഒന്നുമല്ല, ക്ലീനായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയായിരുന്നു വന്നിരുന്നത്. പിന്നെ അടുത്തതാണ് സിനിമയുടെ ക്ലൈമാക്സ് ഭാഗങ്ങൾ. ക്ലൈമാക്സ് എത്തുമ്പോൾ കുറച്ച് സ്പീഡായിട്ടാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര ലാഗായിട്ട് തോന്നി, ഭയങ്കര ലാഗായിട്ട് തോന്നി. എനിക്ക് അത്ര സെറ്റായില്ല. ഭയങ്കര എന്തൊക്കെയോ വന്നു പോയ പോലെ തോന്നിപ്പോയി എനിക്ക്. പിന്നെ അത് കുഴപ്പമുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും ഫ്രണ്ട്ഷിപ്പും ആ കോംബോയും എല്ലാവരുടെയും, ഇപ്പോൾ നിവിൻ പോളിയുടെയും ഇവരുടെയും തമ്മിലുള്ള കോംബോസ് ആയാലും അടിപൊളി വർക്കൗട്ടായിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല സിനിമയാണിത്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യമൊക്കെ കണ്ടു നോക്കാം. ഒരു 2 ടൈം വാച്ചബിൾ അല്ല, ഒരു 1 ടൈം വാച്ചബിൾ, ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന സിനിമയാണ്. നല്ല സിനിമയാണ്. പിന്നെ അജു വർഗീസ് അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല പെർഫോമൻസ്. എനിക്ക് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല പെർഫോമൻസ് ആയിട്ട് തോന്നിയതും നീരജ് മാധവനെക്കാട്ടി കൂടുതൽ തോന്നിയത് അജു വർഗീസിനാണ്. നല്ലൊരു പെർഫോമൻസ്, ത്രൂഔട്ട് കഥാപാത്രം അല്ലെങ്കിൽ പോലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത്. ബൈ.